ഭക്തി നിർഭരമായ അന്തരീക്ഷത്തിൽ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് പരിസമാപ്തി. രാവിലെ പണ്ടാര അടുപ്പിൽ തീ പകർന്നതോടെയാണ് പൊങ്കാലയ്ക്ക് തുടക്കമായത്. ആയിരക്കണക്കിന് ഭക്തർ ആറ്റുകാൽ ദേവിക്ക് പൊങ്കാല അർപ്പിക്കാൻ തലസ്ഥാനത്തെത്തി. ഉച്ചയ്ക്ക് 2:15 നിവേദ്യം സമർപ്പിച്ചു. പൂർണ്ണമായും ഗ്രീൻ പ്രോട്ടോകോൾ പാലിച്ചായിരുന്നു പൊങ്കാല. ആറ്റുകാലമ്മയുടെ അനുഗ്രഹം തേടി ഭക്തലക്ഷങ്ങളാണ് നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അടുപ്പുകൾ ഒരുക്കിയത്. 10:15 പണ്ടാരയടുപ്പിലേക്ക് തീ പകർന്നതോടെ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് തുടക്കമായി. പൊങ്കാല സമർപ്പണത്തിന് മുൻപ് തന്നെ ആറ്റുകാൽ ദേവിയെ കണ്ട് അനുഗ്രഹം വാങ്ങാൻ നിരവധി പേരാണ് ക്ഷേത്രത്തിലെത്തിയത്. 10:15 പണ്ടാരടുപ്പിലേക്ക് തീ പകർന്നു. ഇതോടെ തലസ്ഥാന നഗരിയിൽ തയ്യാറാക്കിയ പൊങ്കാല അടുപ്പുകളും തയ്യാറായി. പിന്നീട് ദേവിയുടെ ഇഷ്ടനിവേദ്യങ്ങൾ തയ്യാറാക്കുന്ന തിരക്കിലേക്ക്. മൂന്നാമത്തെ പ്രാവശ്യമാണ് പൊങ്കാല ഇടാൻ വരുന്നത്. ഇനി എല്ലാ വർഷവും വരണമെന്നാണ് എൻ്റെ ആഗ്രഹം. ആവത്തൊന്നും ഇല്ലെങ്കിൽ ഞാൻ പാൽപ്പായസമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. എൻ്റെ മോൾക്കാണെങ്കിൽ കണ്ണിൽ സുഖമില്ലാത്തതാണ്, ഒരു കണ്ണിന് കാഴ്ചയില്ലാത്തതാണ്. അത് മറ്റേ കണ്ണും ബാധിക്കുമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അത് വരാതെ ഇരിക്കാൻ വേണ്ടിയാണ് ഞാനിത് ചെയ്യുന്നത്. ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ സാധിച്ചു തരൂ അമ്മ. ഉച്ചയ്ക്ക് 2:15 പൊങ്കാല നിവേദ്യം അർപ്പിച്ചതോടെ ഭക്തർ മടങ്ങി. രാത്രി കുത്തിയോട്ട വ്രതക്കാർക്കായുള്ള ചൂരൽകുത്ത് നടക്കും. കനത്ത സുരക്ഷയാണ് പൊങ്കാലയോടനുബന്ധിച്ച് നഗരത്തിൽ ഏർപ്പെടുത്തിയത്. 3800 പോലീസുകാർക്കായിരുന്നു സുരക്ഷാ ചുമതല. ആവശ്യങ്ങൾ ദേവിയിൽ അർപ്പിച്ചാണ് ഇവരുടെ മടക്കം. ഇനി കാത്തിരിപ്പാണ് അടുത്ത പൊങ്കാലയ്ക്കായി. കൃപാനാരായണനും എസ് അനൂഷിനും ഷിബിൻ ബഷീറിനുമൊപ്പം മുഹമ്മദ് അസ്ഹർ, മീഡിയ 1 തിരുവനന്തപുരം.